ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻജിസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ തേങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു മലബാർ സ്റ്റൈൽ ഡിഷാണ്. മലബാർ സൈഡിലോട്ട് ഇത് വളരെ ഫേമസ് ആയ ഒരു ഡിഷുമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് ഏത് തരം അരിയിലും ഉണ്ടാക്കാം. ഞാനിവിടെ കർണാടക പൊന്നി അരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പൊന്നി അരിയിലോ അല്ലെങ്കിൽ കുറുവ അരിയിലോ ഇത് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ കർണാടക പൊന്നി ഏകദേശം 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് വേകാനായിട്ട് 1.5 ഗ്ലാസ് വീതമാണ് വെള്ളം വേണ്ടത്. അപ്പോൾ ഏകദേശം 4 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ചേർക്കേണ്ടത്. അപ്പോൾ ഇത് കുക്കറിൽ വേവിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പം ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഇത് വളരെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉലുവ. നമുക്ക് തോന്നും ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരുമെന്ന്, പക്ഷേ ഇല്ല. ഇത് വളരെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും. മാത്രമല്ല ഇത് നമ്മുടെ ബോഡിക്ക് ഒരു നല്ല കൂളൻറ്റുമാണ്. പിന്നെ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ. ഇത് ജസ്റ്റ് ഒന്ന് ചിരകി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വീതം ഞാനിവിടെ ഒരു 4.5 ഗ്ലാസ് വെള്ളം ചേർക്കുകയാണ്. ഏത് അരിയാണോ എടുക്കുന്നത് അതിൻ്റെ വേവിനനുസരിച്ചുള്ള വെള്ളം നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇനി ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്. നമ്മുടെ ഉപ്പിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കറിൽ സാധാരണ ചോറ് വേവിക്കുന്ന കണക്ക് ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് കുക്കർ അടച്ച് അതിലേക്ക് വെയിറ്റ് ഇട്ട് വേവിക്കാം. അപ്പോൾ എന്നിട്ട് ഒരു സ്റ്റീം വന്നതിന് ശേഷം താഴ്ത്തി വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് വേവിച്ച് കഴിഞ്ഞാൽ ഈ കർണാടക പൊന്നി വെന്ത് കിട്ടും. നമ്മുടെ അരിയുടെ വേവിനനുസരിച്ച് വേവിച്ച് ഇതെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് കംപ്ലീറ്റ് സ്റ്റീമും കളഞ്ഞ് നമ്മൾ എടുക്കുക. അതായത് കംപ്ലീറ്റ് സ്റ്റീമും പോയതിന് ശേഷം ഇത് തുറക്കാം. തുറന്നതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങ ചിലപ്പോൾ മുകളിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ തേങ്ങാച്ചോറ് റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഡിഷാണ്. ഇത് നമുക്ക് ചിക്കൻ കറിയുടെയോ ബീഫിൻ്റെയോ മട്ടൺ കറിയുടെയോ എല്ലാം കൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ്. ഇത് വെജിറ്റബിൾ കുറുമയ്ക്കും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് വളരെ സിമ്പിളുമാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതേസമയം ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി റൈസാണ്. തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ്.